ലാസ്റ്റ് ഒരു കുട്ടി സ്റ്റോറി, ലാസ്റ്റത്തെ കുട്ടി സ്റ്റോറി. അതായത് ഒരു ഓട്ടോക്കാര് ഒരു ഗർഭിണീനെ കൊണ്ട് ഓട്ടോയിൽ ഇങ്ങനെ പോയി, നല്ല മഴ പെയ്യുന്ന സമയം. ഹലോ നമസ്കാരം, കഫ്ലിക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ കഫ്ലിക്സിനെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അല്ലേ? നമ്മുടെ തലപതി പടം. അത് തന്നെ, ജനനായകൻ നമ്മുടെ തലപതി നമ്മളെ സിനിമാ ലോകം വിട്ടു പോവെന്നാണ് നമ്മൾ കേട്ടത്. അപ്പൊ അതിനെ പറ്റിയുള്ള വിശേഷങ്ങളും കുറച്ച് റീലുകളൊക്കെ നമ്മൾ ഇപ്പൊ എല്ലാരും കണ്ടതാണ്. നമ്മൾ ഓഡിയോ ലോഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 4 മണിക്കുള്ള ഫാൻ ഷോ 6 മണിക്ക് രാവിലെ അനൗൺസ് ചെയ്തു. പിന്നെ 9 മണിക്ക് ഉണ്ടല്ലേ ഷോകള് എല്ലാം ഉണ്ട്. നമ്മള് 4 മണിക്ക് നഷ്ടമൊക്കെ അവർക്ക് നഷ്ടമാണ്. പിന്നെ പലയിടത്തും ടിക്കറ്റ് ഒക്കെ റേറ്റ് ഒക്കെ വമ്പിച്ച കൂടുതൽ. ഇവിടെ ഫാൻ ഷോ 700 രൂപ. പിന്നെ ബാംഗ്ലൂർ ടിക്കറ്റ് ഓപ്പൺ ആയി, ബുക്കിംഗ് ഓപ്പൺ ആയി. അവിടെ 1000 രൂപയാണ് ടിക്കറ്റ് ഒരു ഷോ. ലാസ്റ്റ് പടമില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മുടെ തലപതി നമ്മളെ ഓഡിയോ ലോഞ്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് റീലുകളൊക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര ഇമോഷൻ ആയി പോയി. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് അപ്ഡേറ്റ് തന്നെ ആദ്യം നോക്കാം. അപ്ഡേറ്റ് എച്ച് വിനോദ് സംസാരിച്ചു. ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫറൂഖ് കേസരി റീമേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എച്ച് വിനോദ് അതിനെ പറഞ്ഞിട്ടുണ്ട്. இல்லப்பா கொஞ்சம் தான் ரீமேக்கு, மீதி புதுசு அப்படின்னு குழப்பத்துல இருக்கிறவங்களுக்கும், கொஞ்சம் ஜனநாயகன் முன்னாடி பின்னாடி இருக்கிற மாதிரி இருக்கே, உள்ள பூந்து அடிச்சிடலாமா அப்படின்னு நினைக்கிறவங்களுக்கும் நான் சொல்ல விரும்புறது, ஐயா തലപതി പടം തലപതി പടമാണ് 100%. അതായത് നമ്മൾ ഭഗവത് കേസരിയുടെ റീമേക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ പല ഭാഗത്തും കേൾക്കുന്നുണ്ട്. അപ്പൊ അതല്ല, ഇത് പ്രോപ്പർ തലപതി പടമാണെന്ന് പറഞ്ഞാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. തലപതിയുടെ ട്രിബ്യൂട്ട് നമുക്ക് പടം രക്ഷകനായിരിക്കും, അറിയാലോ. സ്വാഭാവികമായിട്ടായിരിക്കാം. പുള്ളിയുടെ പല പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് വരാം, എന്തൊക്കെയായാലും വരാം. അപ്പൊ എന്തായാലും പ്രോപ്പർ തലപതി പടം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെ ഉണ്ടാവും. അപ്പൊ അതാണ്. പിന്നെ മറ്റേ തലപതി ബോയ്സ് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു വീഡിയോ ഉണ്ട്, അത് കാണി. ഓരോന്നുണ്ട്. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ചെറിയ കേൾക്കുമ്പോ തന്നെ ഈ പാട്ട് ജനനായകന്റെ പാട്ടാണെന്ന് തോന്നുന്നു. ഇത് അവര് പ്രൊഡക്ഷൻ കമ്പനി ഇട്ട ഒരു പാട്ടാണ്. കണ്ട് വളർന്നതാടാ. ലോകേഷ് ബോണ്ട് വേറെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ പറ കേൾക്കണം. ഒന്നും ചെയ്യ വേണ്ട. ഇത് ശരിക്കും മിസ് ചെയ്യാം സത്യം. പുള്ളി നമ്മൾ എത്രയൊക്കെ ഇത് പറയാൻ, പുള്ളിയുടെ പടം ഇല്ലാതെ പറ്റൂലടാ. ഈ ഒരു വർഷം ഇങ്ങനെ പടം ഇല്ല. ആലോചിച്ച് നോക്കണം, എല്ലാവരുടെ പടം ഇങ്ങനെ പടം മാത്രം ഇല്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് അതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. എത്രയൊക്കെ നമ്മൾ പറയുമെങ്കിൽ പുള്ളി ഇപ്പൊ രാഷ്ട്രീയത്തിൽ പോണം, നല്ലത് ചെയ്യണമെന്ന് പറയണ രണ്ട് സൈഡിലുള്ള ആൾക്കാരുണ്ട്. പടം വിട്ടൊരു കളി വേണ്ടായിരുന്നു. ഒരു പടം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇപ്പൊ എത്രയൊക്കെ നമ്മൾ വിജയ് ഫാൻസ് ചിലവരല്ലെന്ന് പറഞ്ഞാലും വിജയുടെ പടം ഇറങ്ങിയത് നമ്മൾ കണ്ട അത് തമിഴ്നാട്ടിലെന്ന കേരളത്തിലെന്ന വേറെ എവിടെയെന്നല്ല, ഒരു സൗത്ത് ഇന്ത്യ മൊത്തത്തിലൊരു ഉത്സവമാണ്. പുള്ളിക്ക് അത്രത്തോളം മാർക്കറ്റാണ്, അത്രത്തോളം നമ്മൾ ഹൃദയത്തിലാണ്. ആ നെഞ്ചിൽ കൂടിയിരിക്കുമോ ഇനി മിസ് ചെയ്യണമെന്ന് ആലോചിക്കാം. പടത്തിലൊക്കെ ഉണ്ടെങ്കിൽ നെഞ്ചി കൂടി പാടി ആ ഫസ്റ്റ് ബിഗിലെ പാട്ടിന്നാണ് അങ്ങനെ തുടങ്ങി വന്നിട്ട് നെഞ്ചി കൂടി വേറൊരു ഫീല് പറഞ്ഞ സാധനം കേൾപ്പിച്ചു തരാം. കോപ്പിറൈറ്റ് ആണ്. അപ്പൊ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മളൊന്ന് സ്റ്റക്ക് ആക്കും. ഈ പാട്ടറിയാല്ലോ, കുറച്ച് സ്റ്റക്ക് ആക്കും, കാര്യം കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട്. എന്താടാ അങ്ങേര് യാരോ യാരോ നീയാണോ അത് സെറ്റ്. എന്ത് പറഞ്ഞാലും കരയില്ല. ഞാൻ പടം ഉള്ളില് വിഷമുണ്ട്. മറ്റേ ആ ടൂൺ വന്നപ്പോഴത്തെ പുള്ളി താഴോട്ട് നോക്കി, പെട്ടെന്ന് താഴോട്ട് നോക്കി ആ ഒരു റിയാക്ഷൻ വന്നപ്പം. പിന്നെ ശരിക്കും വിഷമമുണ്ട്. സിനിമ വിട്ട് പോകാനുള്ള വിഷമമുണ്ട്.
പിന്നെ കുറെ നാള് ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് എല്ലാം TV-K എന്ന് വിളിച്ചു. അപ്പൊ അത് ഇവിടെ ഇല്ല അങ്ങനെ ഒരു ഇത്. പിന്നെ പുള്ളിയുടെ സ്പീച്ച് അത് നമ്മള് എത്ര ഒരു വികാരമായിരുന്നു സത്യം പറഞ്ഞ. കാത്തിരുന്ന വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഓഡിയോ ലോഞ്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ലൈഫ് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ പറയും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അതിനകത്ത് വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മള് കൂട്ടുകാരന്മാര് ചിലപ്പോ ഉണ്ടായിരിക്കണോ ഇല്ലെന്ന് നിർബന്ധമില്ല, പക്ഷെ അത് തന്നെ എനിമീസ്, അതായത് നമ്മുടെ ശത്രുക്കൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. എന്നാലേ നമ്മള് ലൈഫിൽ ഒരു ഘട്ടത്തിൽ അത് തന്നെ അപ്പുറത്തെ ഘട്ടത്തിലോട്ട് പോവാം. അത് നമ്മൾ എല്ലാ ഫീൽഡിലും നമുക്ക് അത് ഉണ്ടാവണം. എനിമീസ് ഉണ്ടെങ്കിൽ ലൈഫ് ഒരു എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പുള്ളിയുടെ ഭാഷ പറഞ്ഞ്. പിന്നെ ലാസ്റ്റ് അങ്ങ് കുട്ടി സ്റ്റോറി അതാണ് നമുക്ക് പറയാനുള്ളത്. കുട്ടി സ്റ്റോറി പുള്ളി പറഞ്ഞത് ഒരു ചിലവർക്കൊന്നും. അപ്പൊ ലാസ്റ്റ് അതിന്റെ ഓഡിയോ ഇതൊക്കെ യൂട്യൂബിൽ ഇറങ്ങണേ ഉള്ളൂ അല്ലേ. അത് ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ പുള്ളി ലാസ്റ്റ് ഒരു കുട്ടി സ്റ്റോറി, ലാസ്റ്റത്തെ കുട്ടി സ്റ്റോറി, അതായത് ഒരു ഓട്ടോക്കാര് ഒരു ഗർഭിണീനെ കൊണ്ട് ഓട്ടോയിൽ ഇങ്ങനെ പോയി, നല്ല മഴ പെയ്യണ സമയം. അപ്പോഴത്തേക്കും അത് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും ഈ മഴ ആയതുകൊണ്ട് ഗർഭിണിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണമല്ലോ. അപ്പൊ ഒരു കുട കൊടുത്തു ഓട്ടോക്കാരൻ. അപ്പം ഗർഭിണി ഓട്ടോക്കാരനോട് ചോദിച്ചു, ഈ കുട ഞാൻ എങ്ങനെ തിരിച്ചു തരും? അപ്പം ഗർഭിണിയുടെ ഓട്ടോക്കാരൻ പറഞ്ഞു, വേറെ ആർക്കെങ്കിലും നിങ്ങളെ പോലെ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ മതി, എനിക്ക് സന്തോഷമാണ്. അങ്ങനെ ഗർഭിണിയെ കുടയും പിടിച്ചോണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകും. അപ്പൊ ഒരു വയസ്സായ ഒരാൾ അവിടെ നിൽക്കണം, മഴയത്ത് വെളിയിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ പുള്ളിക്ക് കുടയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഗർഭിണി കൊടുക്കും. അപ്പം ഈ വയസ്സായ ഒരാള് ഗർഭിണിയോട് ചോദിക്കും, ഞാനിത് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു തരും, എനിക്ക് നിങ്ങൾ അറിഞ്ഞുകൂടെന്ന് പറയും. അപ്പം ഗർഭിണിയും തിരിച്ച് ഇതേ മറുപടി പറയും, വേറെ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ മതി. അപ്പം ഈ വയസ്സായ ഒരാള് മഴയത്ത് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു മാർക്കറ്റിൽ ഈ മലക്കറി വിൽക്കുന്ന ആളുണ്ടല്ലോ, അവര് മഴ നനഞ്ഞുകൊണ്ട് അത് വിൽക്കണം. അപ്പം വയസ്സായ ആള് അതങ്ങ് കൊടുത്തു. എന്നിട്ട് നേരത്തെ പറഞ്ഞ അതേ സെയിം ഡയലോഗ്, ഇത് ഞാൻ ഇനി ആർക്ക് കൊടുക്കും? അപ്പൊ നിങ്ങൾ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയും. അപ്പൊ പറയും, ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്ന ആൾക്ക് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ മലക്കറി വിറ്റോണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മോൾ ഇങ്ങനെ മഴ നനഞ്ഞ് ഓടിപ്പോകും. അപ്പം മലക്കറിക്കാരന് ഇത് തോന്നി, വിഷമം തോന്നി, മോളുടെ കയ്യിൽ കൊടുക്കും കൂടെ, ഇത് നനഞ്ഞ് ഇത് നീ പിടിച്ചോണ്ട് വീട്ടിൽ പൊക്കോളാൻ പറയും. അങ്ങനെ അവള് വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് അവളെ അച്ഛൻ വെയിറ്റിംഗ് ആണ്. അത് ആ ഓട്ടോക്കാരനായിരുന്നു. അതായത് വിജയ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിലുള്ള ചെറിയ നമ്മൾ ചെയ്യുന്ന സഹായങ്ങളുണ്ടല്ലോ, അത് തിരിച്ച് നമ്മളെ അടുത്തോട്ട് തന്നെ വരും. പുള്ളിക്ക് എങ്ങനെയുള്ള സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ള വിഷയം. അത് തന്നെ ആ ഒരു കുട്ടി സ്റ്റോറിക്ക് വേണ്ടി ഓഡിയോ ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻവാ ഇങ്ങനെ ഓൾവേസ് ബി ഹാപ്പി. അത്ര വിഷം പറയും. ഈ പടം കണ്ടിറങ്ങുമ്പോ ചിലർ കരഞ്ഞോണ്ടായിരിക്കും ഇറങ്ങണത്. സത്യം. ഈ അവസാനത്ത് ഈ പാട്ടും കൊണ്ടെങ്കിൽ മറ്റേ വീഡിയോയിലെ പാട്ട് അതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ സത്യം പറഞ്ഞ നമ്മളെ കത്തീരെ പാട്ടല്ലേ മറ്റേ യാറോ, അതൊക്കെയാണ് ലാസ്റ്റ് എങ്കിൽ ഷുവർ ഷോട്ട് കരഞ്ഞിരിക്കും നമ്മള്. അങ്ങനത്തെ ഒരു അങ്ങനെ കരഞ്ഞിട്ടുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ. അത്രേ ഉള്ളു. അപ്പൊ എന്താണ് ഇത്രയൊക്കെ പറയുള്ളൂ. പലവിധ പ്രോബ്ലംസ് വിൽ കം ആൻഡ് ഗോ, അങ്ങനെ പോവുകയാണ്. അപ്പം എന്താണ് എല്ലാവരും ലാസ്റ്റ് നമ്മളെ പടമാണ്, നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. പക്ഷെ അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല ലാസ്റ്റ് പടം. അത് പക്ഷെ ആരും വിചാരിച്ചില്ല, സസ്പെൻസ് ആയിട്ട് ജനനായകൻ. അപ്പൊ അത്രയും മതി, അത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോസ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വിജയ്ക്ക് വേണ്ടി നമുക്ക് വീണ്ടും അത് തന്നെ പുള്ളി വീണ്ടും സിനിമയിലേക്ക് തന്നെ വർഷത്തിൽ ഒരു പടം ചെയ്യണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. അപ്പൊ പുതിയ ശരി അങ്ങനെ അപ്പൊ പുതിയ വിശേഷങ്ങളുമായി കപ്രിസ് ഉടനെ വരും. ഉടനെ വരുന്നത് ലൈൻ കട്ട്.